ഹലോ. അങ്ങനെ ഇത് നമ്മുടെ മൂന്നാമത്തെ പെരുന്നാളാട്ടോ. ആദ്യത്തെ നമ്മൾ പൂമല പെരുന്നാൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മൾ ചേലക്കര പെരുന്നാളും കണ്ടു. മൂന്നാമത്തെയാണ് തിരൂർ പെരുന്നാൾ. ഞങ്ങൾ ചേലക്കര പെരുന്നാളിന് പോയി വന്ന് ഒരു 6:30 ആകുമ്പോഴാട്ടോ തിരൂർ പള്ളിയിൽ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി അവിടെയും കൂടി കയറാമെന്ന് വെച്ചു. കാരണം ഞങ്ങൾ എല്ലാ കൊല്ലം പോകാറുള്ളതാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടേണ്ട ഒരു വിധം എവിടെയൊക്കെയോ ഇട്ടിട്ടാണ് ഞങ്ങൾ പള്ളിയുടെ അവിടേക്ക് കിടന്നത്. അപ്പോൾ ഇത് പുതിയ ഐറ്റംസ് തലയിൽ വെക്കണ പൂക്കളൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ വെക്കാൻ കുത്തിയിരിക്കണം. അപ്പം പറയാം അമ്മയ്ക്ക് വേണം, ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നീ നടക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പള്ളിയുടെ അകത്തേക്ക് കയറി. ഞങ്ങളകത്തേക്ക് കയറണ നേരത്ത് പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തിരിച്ച് പ്രദക്ഷിണം കയറുമ്പോഴേക്കും തിരിച്ചിറങ്ങാം എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ കയറുന്നത്. ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു. ഫ്രണ്ട് പോർഷൻ തന്നെ ഇങ്ങനെയായിരുന്നു. എന്നിട്ട് അറ്റത്താട്ട പള്ളി. ഈ പോണ വഴികളിലൊക്കെ സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ കടകളുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് തിരൂർ പെരുന്നാൾ പ്രമാണിച്ച് അവിടെ ഒരു കാർണിവൽ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ മുന്നേ അറിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നിട്ട് ഒരു ചക്രത്തിൻ്റെ ഉള്ളിൽ വണ്ടി ബൈക്കൊക്കെ കിടന്ന് കറങ്ങില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനെ ഉണ്ണികൾക്ക് കളിക്കാനുള്ളത്. പക്ഷേ ഞങ്ങളെന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ ഇറങ്ങാനൊരു നേരമാവും എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ നേരെ പള്ളി വെച്ച് നടക്കട്ടെ ചെയ്തത്. അപ്പോൾ സൈഡിൽ കുറേ കടകളുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന്, അതിൻ്റെ പേരെനിക്കറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ഇട്ടോളണം കേട്ടോ, എന്തോ കടലയും എന്തോ മിച്ചറൊക്കെ പോലത്തെ സാധനം വെച്ചിട്ട് ഞങ്ങൾ അത് കഴിച്ചു കൂട്ടാം. അതിന് ശേഷം ഞങ്ങളൊരു മുന്തിരി ജ്യൂസും സോഡ പോലത്തെ ഒരു ഇത് കഴിച്ചത്. ഇതാണ് കാർണിവൽ. ഈ സൈഡ് കൂടെ പോയ കാർണിവലിൻ്റെ സൈഡിലേക്ക് എത്താം. എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പള്ളി ലക്ഷ്യം വെച്ച് മുന്നോട്ട് തന്നെയാണ് നീങ്ങിയത്. സംഭവം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള ഇതും വലിയ റൗണ്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാത്തതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ പള്ളിയുടെ നടക്കുമ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും കടകൾ കാണാൻ നല്ല രസമാട്ടോ. നമ്മൾ വേറെ എവിടെയോ പോയ ഒരു ഫീലായിരിക്കും. കാരണം നമ്മളിങ്ങനെ പുറത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ കടകളുണ്ടാവില്ല, അതേപോലെ ആട്ടോ അവിടെ പെരുന്നാൾക്ക് ഉണ്ടാവുക. ആ ഏറ്റവും അറ്റത്ത് കാണുന്നതാട്ടോ പള്ളി. ചേലക്കര പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുവരെ പോയ പെരുന്നാളിൽ ഈ പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഭയങ്കര ഇഷ്ടമായി. ഇതാണ്ടോ ഞാൻ പറഞ്ഞ സാധനം, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ആ ചേനോട് ചോദിച്ചു എരിവുണ്ടോ, നേരുമില്ല എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമാട്ടോ ഞാൻ ഈ സാധനം വാങ്ങിച്ച് കഴിച്ചത്. ആദ്യം ഡുഡുവിന് കൊടുത്തു. ഞാൻ വിചാരിച്ചവൻ കഴിക്കില്ല എന്നാണ്. അവൻ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും പെട്ടെന്ന് കഴിക്കില്ല. ആൾക്ക് കണ്ടിട്ട് ഗ്ലാമർ തോന്നണം ഫുഡിന്, എന്നാൽ മാത്രം വായിലേക്ക് വയ്ക്കുള്ളൂ. കുഴപ്പമില്ല. അത് മറ്റേ ബിസ്ക്കറ്റ് പോലത്തെ മിച്ചർ പോലത്തെ സാധനമായത് കൊണ്ട് ആൾക്ക് ഇഷ്ടമായി. പിന്നെ മുകളിൽ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോ, ഇങ്ങേർക്ക് പിന്നെ ഞാനൊന്നും പറയണ്ട. ആൾക്ക് വായിലേക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. കുഴപ്പമില്ല, ആൾക്കും ഇഷ്ടമായി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എരിയെന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാൻ തന്നെ തിന്നേണ്ട വന്നു. അവിടെ നിന്ന് തൊട്ടപ്പുറത്താട്ടം മുന്തിരി കട ഉണ്ടായിരുന്നു. അത് സോഡ പോലെ ഇങ്ങനെ അടിച്ച് ഇതാക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ പിന്നെ അതിനായി യുദ്ധം. എന്നാൽ പിന്നെ അതും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 മുന്തിരി ജ്യൂസാട്ടോ പറഞ്ഞത്. സംഭവം ഇങ്ങനെ സോഡ അടിക്കണം, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ 2 മുന്തിരി ജ്യൂസും കുടിച്ച് ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പപ്പ അവിടെ നിന്നും പപ്പ ഉള്ളിലേക്ക് കയറിയില്ല. അങ്ങനെ ഞങ്ങളിത് പള്ളിയുടെ അവിടേക്ക് എത്തിയിട്ട് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ഇനി കിടക്കാൻ പോകണമല്ലോ. ഇതാണ്ട എൻട്രൻസ്. സംഭവം ഡയറക്റ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഫോണിനേക്കാൾ നല്ലതായിരുന്നു ഡയറക്റ്റ് കാണാൻ. ഞങ്ങൾ എന്നിട്ട് അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ പോയി കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാട്ടോ പിന്നെ തിരിച്ച് വന്നു. പുറത്ത് കുട്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. കാരണം പ്രദക്ഷിണം കയറണ നേരമാകുമ്പോൾ ഇനി ഒന്നും തിരക്കിലും പോയിട്ടിട്ട് കാണാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ വേഗം കിടക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ സംഭവം ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നപ്പോഴേക്കും പ്രദക്ഷിണം ഏകദേശം അറ്റത്തുനിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, കയറാറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഇറങ്ങിയെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഉറങ്ങി ഒരു പകുതി ആയപ്പോഴേക്കും പ്രദക്ഷിണം കയറി.
ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങിയൊരു ഇതാട്ടോ. അതെ, ഞങ്ങൾ ഇറങ്ങി പകുതി ആകുമ്പോഴേക്കും പ്രദക്ഷിണം സൈഡ് കൂടെ ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടാണ്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ ആ സൈഡ് കൂടെ അമ്മ പറഞ്ഞു സൈഡ് കൂടെ പോവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സൈഡ് കൂടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ചയാണ് ഇതിലും നല്ല തിരക്ക് വരികയെന്ന് തോന്നുന്നുണ്ട്. പപ്പേനെ കാണാനില്ലേ, പപ്പേനെ കാണാണ്ടായിരുന്നില്ല. ലാസ്റ്റ് പപ്പേനെ അന്വേഷിച്ച് കുറേ നേരം അവിടെ കുറച്ച് നേരം നിന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് പിന്നെ പ്രദക്ഷിണം കയറിയത്. അവിടെയും കുറച്ച് നേരം നിന്നിട്ടാണ് ഞങ്ങൾ സൈഡ് കൂടെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. സംഭവം ഈ പ്രദക്ഷിണം പോണതിൻ്റെ സൗണ്ടൊക്കെ ഒറിജിനൽ വോയിസ് കൊടുക്കണം എന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാട്ടോ ഞാനിതിൻ്റെ എൻ്റെ വോയിസ് തന്നെ ഞാൻ ഈ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇല്ലെങ്കിൽ സംഭവം നമുക്ക് ബാൻഡ് ചില വീഡിയോസിനൊന്നും പ്രശ്നം വരാറില്ല. പക്ഷേ ചില വീഡിയോസിന് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിക്കാറുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വോയിസ് ഞാൻ അതുകൊണ്ട് ആഡ് ചെയ്യണില്ല കേട്ടോ. പ്രദക്ഷിണം കഴിഞ്ഞ അവസാനം ഭാഗത്താട്ട രൂപം വീണത്. ഇതിൻ്റെ ഒപ്പമായിരുന്നില്ല, കുറച്ച് നീങ്ങിയിട്ടായിരുന്നു. അങ്ങനെ ഈ പ്രദക്ഷിണം കഴിഞ്ഞ് അവസാനം കുറച്ച് ഭാഗത്തായിരുന്നു രൂപം കൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ രൂപം അകത്തേക്ക് കയറുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും സൈഡ് കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ കാറ് പാർക്ക് ചെയ്ത് കൊടുത്ത് പോയിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്ന വീട്ടിൽ എത്തുമ്പോൾ നൈറ്റ് ഒരു 8:30. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പെരുന്നാൾ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ടാറ്റാ.